ബ്രെയിൻ ഈറ്റിംഗ് അമീബ. കഴിഞ്ഞ ഏതാനും മാസങ്ങളായി 3 കുട്ടികൾ മരണത്തിന് കീഴടങ്ങി. ഇതാദ്യമായല്ല കേരളത്തിൽ അമീബിക് മസ്തിഷ്ക ജ്വരം റിപ്പോർട്ട് ചെയ്യുന്നത്. 2016 ആലപ്പുഴയിൽ ആദ്യ കേസ് റിപ്പോർട്ട് ചെയ്തതിനു ശേഷം കോഴിക്കോട്, മലപ്പുറം, തൃശൂർ എന്നീ ജില്ലകളിലും തുടർന്ന് ഇത്തരം കേസുകൾ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. 2023 ആലപ്പുഴ സ്വദേശിയായ 15-കാരൻ മരിച്ചതും അമീബിക് മസ്തിഷ്ക ജ്വരം മൂലമായിരുന്നു. മലിനമായ ജലത്തിലാണ് അമീബയെ പൊതുവെ കണ്ടുവരാറുള്ളത്. ഇവ തലച്ചോറിലെത്തിയാൽ മെനിഞ്ചൈറ്റിസ് അഥവാ മെനിഞ്ചോ എൻസെഫലൈറ്റിസ് സംഭവിക്കും. ഇത് വളരെ അപൂർവമായി കണ്ടുവരുന്ന അവസ്ഥയാണെന്നാണ് വിദഗ്ധർ പറയുന്നത്. നെഗ്ലേറിയ ഫൗലറി, വെർമാബിബ വെർമിഫോസിസ് എന്നീ 2 തരം സ്പീഷീസുകളാണ് കഴിഞ്ഞ ഏതാനും മാസങ്ങളിലായി കേരളത്തിലുണ്ടായ അമീബിക് മസ്തിഷ്ക ജ്വര മരണങ്ങളുടെ കാരണം. അമീബ കൂടുതലും ശരീരത്തിൽ പ്രവേശിക്കുന്നത് മൂക്കിലൂടെയാണെന്നും ഇത് മലിനജലവുമായി സമ്പർക്കത്തിൽ വരുമ്പോൾ, പ്രധാനമായും മലിനജലത്തിൽ നീന്തുമ്പോഴാണ് സംഭവിക്കുന്നതെന്നും ഡോക്ടർമാർ പറയുന്നു. നമ്മുടെ മൂക്കിനും തലച്ചോറിനുമിടയിലുള്ള ഒരു നേർത്ത പ്ലേറ്റിലൂടെയാണ് നീന്തലിനിടെ അമീബ ശരീരത്തിലേക്ക് പ്രവേശിച്ച് തലച്ചോറിൽ അണുബാധയുണ്ടാക്കുന്നത്. ഇവയ്ക്ക് വായിലൂടെ ശരീരത്തിൽ പ്രവേശിക്കാനാകില്ല. അതുകൊണ്ട് തന്നെ കുടിവെള്ളത്തിലൂടെ അമീബിക് എൻസെഫലൈറ്റിസ് പിടിപെടാനുള്ള സാധ്യതയുമില്ല. കേരളത്തിൽ മരണപ്പെട്ട 3 കുട്ടികളും രോഗം പിടിപെടുന്നതിന് മുമ്പ് സമീപത്തുള്ള ജലാശയത്തിൽ നീന്തിയതായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്നാൽ അത് മാത്രമാണോ രോഗബാധയ്ക്ക് കാരണമായതെന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. മൂക്കിനും തലച്ചോറിനുമിടയിൽ ഒരു നേർത്ത പാളിയായി പ്രവർത്തിക്കുന്ന ക്രിബ്രിഫോം പാളി മുതിർന്നവരിൽ നന്നായി രൂപപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ മുതിർന്നവരിൽ അമീബ തലച്ചോറിലേക്ക് തുളച്ചു കയറാനുള്ള സാധ്യതയും വളരെ കുറവാണ്. എന്നാൽ കുട്ടികളിൽ ഈ പാളി അത്രത്തോളം രൂപപ്പെട്ടിട്ടില്ല. അമീബിക് മസ്തിഷ്ക ജ്വരം കുട്ടികളിൽ കൂടുതലായി കാണുന്നതിനുള്ള കാരണവും ഇതാണെന്ന് ഒരു തരത്തിൽ പറയാം. നിലവിൽ അമീബിക് മസ്തിഷ്ക ജ്വരത്തിന് പ്രത്യേക ചികിത്സകളില്ല. ചില ആന്റി ഫംഗൽ, ആന്റി പാരസൈറ്റിക് മരുന്നുകളും ആന്റിബയോട്ടിക്കുകളും സംയോജിപ്പിച്ചിട്ടുള്ള ചികിത്സയാണ് നിലവിലുള്ളത്. ഇത്തരം കേസുകളിൽ 90 മുതൽ 95% വരെയാണ് മരണനിരക്ക്. ചികിത്സയ്ക്കായി കേരളത്തിലേക്ക് മരുന്നുകൾ ഇറക്കുമതി ചെയ്യാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. എന്നാൽ ഈ മരുന്നുകൾ ഉപയോഗിച്ചാലും ഫലപ്രാപ്തിയുടെ കാര്യത്തിൽ ഉറപ്പ് പറയാനാകില്ല. അതുകൊണ്ട് തന്നെയാണ് അമീബിക് മസ്തിഷ്ക ജ്വരത്തിന്റെ മരണനിരക്ക് ഉയർന്നതായി തന്നെ തുടരുന്നതും.